ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും നാളെ സംസ്ഥാന മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിക്ക് സംസ്ഥാനത്ത് ജനുവരി 1 തുടക്കമാവും. ദഹ്റ ഗ്ലോബൽ കേസിൽ 8 ഇന്ത്യക്കാരുടെ വധശിക്ഷ റദ്ദാക്കി ഖത്തർ കോടതി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 163 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ വിശദമായി. ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്നലെ തുടക്കമായത്. ഈസ് ഓഫ് ലിവിംഗ് എന്ന പ്രമേയത്തിലൂന്നിയുള്ള സമ്മേളനത്തിന് പ്രധാനമന്ത്രി നാളെയും അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പൊതുവിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഗ്രാമീണ നഗര ജനവിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. 1000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് രാജ്ഭവനിൽ ചടങ്ങിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ഇടതുമുന്നണി ധാരണ പ്രകാരമാണ് ഇരുവരും മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന LDF യോഗമാണ് മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഇരുവരുടെയും വകുപ്പുകൾ സംബന്ധിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനും മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കെ സ്മാർട്ട് വിന്യസിക്കുന്നത്. ഏപ്രിൽ 1 കെ സ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ ഓഫീസുകളിൽ പോകാതെ തന്നെ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് കെ സ്മാർട്ടിലൂടെ ലഭ്യമാകും. ദഹ്റ ഗ്ലോബൽ കേസിൽ ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 8 മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് അപ്പീൽ കോടതി ശിക്ഷയിൽ ഇളവ് അനുവദിച്ചു. വധശിക്ഷ തടവ് ശിക്ഷയാക്കി കുറച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇവർക്ക് വേണ്ട നിയമസഹായങ്ങളും നയതന്ത്ര പിന്തുണയും തുടർന്നും നൽകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിലെ സ്വകാര്യ കമ്പനിയായ അൽ ദഹ്റയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ചാരവൃത്തിക്ക് ഇവർ അറസ്റ്റിലാകുന്നത്. 8 പേരിൽ ഒരാൾ മലയാളിയാണ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിജയകരമായി പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ നന്ദിയോട്, പെരിങ്ങമല ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് പര്യടനം. ആലപ്പുഴ വള്ളിക്കുന്നം ഗ്രാമപഞ്ചായത്തിലും യാത്ര ഇന്നെത്തി. കണ്ണൂരിൽ ഇരിട്ടി, ശ്രീകണ്ഠപുരം നഗരസഭകളിലും തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിലുമായിരുന്നു ഇന്നത്തെ പര്യടനം. ഇടുക്കിയിലെ കാർഷിക ഗ്രാമമായ വട്ടവടയിലും മൂന്നാറിലും വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തിച്ചേർന്നു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തൃശൂർ ജില്ലാ പര്യടനത്തിൽ നാളെ കേന്ദ്ര രാസവള മന്ത്രി ഭഗവന്ത് ഖൂബ പങ്കെടുക്കും. ജില്ലയിലെ മറ്റത്തൂർ, നെന്മാണിക്കര എന്നിവിടങ്ങളിൽ നടക്കുന്ന പരിപാടികളിലാണ് കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നത്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ മികച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. PM ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സൌജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടിയ കൊല്ലം തെന്മല ഗ്രാമപഞ്ചായത്തിലെ വീട്ടമ്മ ഷീന തന്റെ സന്തോഷം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നാളുകൊണ്ട് വിറക് ശേഖരിക്കാൻ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വല എന്ന സ്കീമിനോട് കൂടി അടുത്ത് നൽകിയത് വളരെ ഉപകാരമാണ്. വിറകൊരിക്കുമ്പോൾ വീട്ടിലാണെങ്കിൽ 3 പൊടിക്കുഞ്ഞുങ്ങളാണ്. വിറകൊരിക്കുമ്പോൾ അമിതമായ പുക അങ്ങനെ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 5000 രൂപ മുടക്കി ഒരു ഗ്യാസ് അടുപ്പ് അതിന്റെ കണക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്നാൽ സൗജന്യമായി ഈ അടുപ്പ് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
അയോധ്യയിൽ ജനുവരി 22 നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് CPIM നിലപാടുകൾ ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും സംസ്ഥാനത്തെ ചില നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് വിവരമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച CPIM കേരളത്തിൽ ദേവസ്വം വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ശ്രീ മുരളീധരൻ ചോദ്യമുന്നയിച്ചു. BJP സംസ്ഥാന നേതൃയോഗം പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസ് അഗർവാൾ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാരിനെതിരായ സമര പരിപാടികളും യോഗത്തിൽ ചർച്ചയായി. കേരളത്തിനു വേണ്ടി കഴിഞ്ഞ 9 വർഷത്തിനിടെ ധാരാളം കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തതായി ശ്രീ രാധാ മോഹൻദാസ് അഗർവാൾ യോഗത്തിൽ പറഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. 2 ലക്ഷം സ്ത്രീകൾ അണിനിരക്കുന്ന മഹിളാ സമ്മേളനത്തിലും റോഡ് ഷോയിലും പങ്കെടുക്കുന്നതിനായി ജനുവരി 3 പ്രധാനമന്ത്രി തൃശൂരിലെത്തുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനം വിപുലമായ പരിപാടികളോടെ സംസ്ഥാനത്ത് ആഘോഷിച്ചു. KPCC പ്രസിഡന്റ് K. സുധാകരൻ MP കണ്ണൂർ DCCയിൽ പതാക ഉയർത്തി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ ഐക്യവും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ കോൺഗ്രസിന്റെ അസ്തിത്വം അരക്കിട്ട് ഉറപ്പിക്കേണ്ടതുണ്ടെന്ന് ശ്രീ K. സുധാകരൻ പറഞ്ഞു. കോഴിക്കോട് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുന്നമംഗലം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രതികളാക്കിയാണ് കുറ്റപത്രം. MRI റിപ്പോർട്ട് അന്വേഷണത്തിൽ നിർണായകമായതായി പോലീസ് അറിയിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. 60-ലേറെ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഛായാമുഖി, മഹാസാഗരം, മകരധ്വജൻ, മണികർണിക തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന നാടക സൃഷ്ടികൾ. അന്തരിച്ച പ്രശസ്ത തമിഴ് നടനും DMDK സ്ഥാപക നേതാവുമായ വിജയകാന്തിന് തമിഴ് സിനിമ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ അടക്കം 100 കണക്കിന് പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിജയകാന്തിന്റെ വീട്ടിലെത്തി ആദരമർപ്പിച്ചു. കോയമ്പേടിലുള്ള DMDK പാർട്ടി ആസ്ഥാനത്തും ചെന്നൈ രാജാജി ഹാളിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ വൈകിട്ട് ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് നടക്കും. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് കൊല്ലം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിന്റെ പ്രോഗ്രാം ഷെഡ്യൂളും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. ജനുവരി 4 മുതൽ 8 വരെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്ക് തുറക്കും. ജനുവരി 15 മകരവിളക്ക്. 41 ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്നലെ മണ്ഡല പൂജയോടെ സമാപനമായിരുന്നു. ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 163 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. 3ാം ദിനത്തിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ദക്ഷിണാഫ്രിക്ക 408 റൺസിന് പുറത്താവുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 245 റൺസാണ് നേടിയത്. 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 3 വിക്കറ്റിന് 56 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 283 റൺസ് വിജയലക്ഷ്യം. ജെമീമ റോഡ്രിഗസ് നേടിയ 82 റൺസിന്റെ മികവിലാണ് ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 282 റൺസ് നേടിയത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസീസ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 14 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 75 റൺസ് നേടിയിട്ടുണ്ട്. മുംബൈയിലെ വാങ്ഖഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 371 പോയിന്റ് ഉയർന്ന് 72,410-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 123 പോയിന്റ് നേട്ടത്തിൽ 21,778-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും നാളെ സംസ്ഥാന മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാക്കുന്ന K സ്മാർട്ട് പദ്ധതിക്ക് സംസ്ഥാനത്ത് ജനുവരി 1 തുടക്കം. ദഹ്റ ഗ്ലോബൽ കേസിൽ 8 ഇന്ത്യക്കാരുടെ വധശിക്ഷ റദ്ദാക്കി ഖത്തർ കോടതി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 163 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.